الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم، ومن يعص الله ورسوله فقد ضل ضلالا مبينا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് തഖ്വയുള്ളവർക്ക് വേണ്ടി മാത്രം അവൻ തയ്യാർ ചെയ്തു വെച്ച സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്കെല്ലാവർക്കും റഹ്മാനായ റബ്ബ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിൽ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവാക്യത്തിൻ്റെ രണ്ടാമത്തെ പകുതി ഉച്ചരിച്ച നമ്മൾ ഓരോരുത്തരും, നമുക്ക് ഓരോരുത്തർക്കും ആ വാക്യത്തോടുള്ള ബാധ്യതയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ഇതാഅത്തുർ റസൂൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കൽ, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച ഓരോ വിശ്വാസിക്കും അനിവാര്യമായ ബാധ്യതയാണ്. ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിനെ അനുസരിക്കുന്നത് പോലെ തന്നെയാണ് എന്ന ഖുർആനിക വചനവും പ്രസിദ്ധമായ ഹദീസുകളുമൊക്കെയാണ് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഷഹാദത്ത് കലിമയെ നിർവചിച്ചുകൊണ്ട് പറഞ്ഞ
ത്വാഅത്തുഹു ഫീമാ അമർ, അള്ളാഹുവിന്റെ പ്രവാചകൻ കൽപ്പിച്ചതെന്തോ അത് മുഴുവനും അനുസരിക്കുക. അതേ രൂപത്തിൽ തന്നെ വത്തസ്ദീഖുഹു ഫീമാ അഖ്ബർ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കൊണ്ടുവന്നതെല്ലാം തന്നെ സത്യപ്പെടുത്തുക. വജ്തിനാബു മാ അൻഹു നഹാ വസജർ, അള്ളാഹുവിന്റെ പ്രവാചകൻ അരുതെന്ന് പഠിപ്പിച്ചത് മുഴുവനും ഉപേക്ഷിക്കുക. വഅല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ, അള്ളാഹുവിനെ ആരാധിക്കുന്നത് ആ പ്രവാചകൻ പഠിപ്പിച്ച പ്രകാരമാകണം. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. അതിൽ ഒന്നാമത്തതാണ് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. രണ്ടാമത്തത് വതസ്ദീഖുഹു ഫീമാ അഖ്ബർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതെല്ലാം അതല്ലെങ്കിൽ കൊണ്ടുവന്നതെല്ലാം സത്യപ്പെടുത്തുക എന്നുള്ളതാണ്. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കേവലം അത് ഉച്ചരിക്കുകയും പ്രവാചകനിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയും എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന കാര്യങ്ങൾ മുഴുവനും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഷഹാദത്ത് കലിമക്ക് തന്നെ ഭംഗം വരുന്ന വിഷയമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ചില കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്നതൊക്കെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചിലതൊക്കെ അതൊക്കെ ഇക്കാലഘട്ടത്തിൽ അങ്ങനെ പറയാൻ പറ്റുമോ? റസൂലുള്ളാഹിന്റെ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. പക്ഷേ അതൊക്കെ ഈ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെയാണ്, അതൊന്നും എന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ ആലോചിച്ചപ്പോ എന്റെ യുക്തിയിൽ അതൊന്നും ശരിയായി തോന്നുന്നില്ല. അതല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇത്രയും പുരോഗമനത്തിന്റെ ഉത്തുംഗതയിലേക്ക് എത്തിയ ഈ കാലഘട്ടത്തിൽ ജനങ്ങളോട് എങ്ങനെയാണ് ഇതൊക്കെ പറയാൻ പറ്റുക? അതുകൊണ്ട് അത് നമുക്ക് മൂടി വെക്കാം. അല്ലെങ്കിൽ അതൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല, ശരിയാണ്, ഞാൻ മുസ്ലിം തന്നെയാണ്, ഹദീസുകളൊക്കെ ഞാൻ അംഗീകരിക്കുന്ന ആളാണ്, പക്ഷെ ഇത്തരം ചില ഹദീസുകൾ അതെന്താ ഹദീസ് സ്വഹീഹല്ലേ? ഹദീസ് സ്വഹീഹൊക്കെ തന്നെയാണ്, പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അയാൾ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനത്തിലാണ് ഭംഗം വരുത്തിയത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. മഹാന്മാരായ പണ്ഡിതന്മാർ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹയെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, നഹ്നു നഅലമു യഖീനൻ ബിൽതിറാരി മിൻ ദീനിൽ ഇസ്ലാമി അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് അംഗീകരിക്കുന്ന, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് പ്രഖ്യാപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഔജബല്ലാഹു തആല അലൈനാ ത്വാഅതുഹു ഫീമാ അമർ, അല്ലാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് പ്രവാചകനെ അനുസരിക്കുക എന്നുള്ളത്. വതസ്ദീഖഹു ഫീമാ അഖ്ബർ, ആ പ്രവാചകൻ കൊണ്ടുവന്നതെന്തോ അത് അന്ധമായി വിശ്വസിക്കണം. ഹദീസുകൾ സ്വഹീഹായി വന്നാൽ, സ്വഹീഹായ സുന്നത്തുകൾ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നാൽ അത് അന്ധമായിട്ട് വിശ്വസിക്കാൻ, ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാൻ വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട്. മാത്രമല്ല വലം യഅ്മുറു ബിത്വാഅത്തി ഗൈരി, ഇതേ രൂപത്തിൽ ഭൂലോകത്തൊരു മനുഷ്യനെയും വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമല്ല. അള്ളാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കുന്നത് പോലെ, ആ പ്രവാചകനെ അംഗീകരിക്കുന്നത് പോലെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് കണ്ണടച്ച് വിശ്വസിക്കുന്നത് പോലെ ഒരാളെയും വിശ്വസിക്കാൻ വിശ്വാസികൾ ബാധ്യസ്ഥരല്ല എന്നുകൂടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം. അശ്ശിഫാ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു, അൽ ഈമാൻ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകനെ വിശ്വസിക്കുക എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രവാചകനാണ്, പ്രവാചകത്വത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവന്നതെന്തോ അത് മുഴുവനും സത്യപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ചിലതൊക്കെ നമുക്ക് പറ്റും, ചിലതൊക്കെ ശാസ്ത്രത്തിന് പറ്റുന്നില്ല, അല്ലേ? അങ്ങനെയാണ് ചില മനുഷ്യന്മാര് അയാളുടെ ആ ദുർബലമായ ബുദ്ധിയിലേക്ക് തലച്ചോറിലിട്ടൊന്ന് കറക്കി നോക്കും, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ശരി ഞാൻ ഉൾക്കൊള്ളാം. അതല്ലെങ്കിൽ സയൻസിന്റെ ലാബിൽ കൊണ്ടുപോയിട്ട് നോക്കും, അവിടുത്തെ ലാബിൽ നിന്ന് വരുന്ന റിസൾട്ട് എന്താണ്, അതിനനുസരിച്ചിട്ട് ശാസ്ത്രത്തിന്റെ അതല്ലെങ്കിൽ യുക്തിവാദികളുടെ തലച്ചോറിലൂടെ വരുന്ന ഭാഗങ്ങൾ അത് മാത്രം അംഗീകരിക്കുകയും മറ്റേതൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ചില പ്രവണത മുസ്ലിം നാമധാരികളിൽ കണ്ടുവരുന്നുണ്ട്. അവിടെ നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട വിഷയം, അള്ളാഹുവിന്റെ പ്രവാചകൻ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന രണ്ടാമത്തെ സാക്ഷ്യവാക്യം ഞാനും നിങ്ങളും ഉച്ചൈസ്വരം പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. ആ പ്രവാചകൻ സാധാരണ മനുഷ്യനല്ല, ആ പ്രവാചകൻ അസാധാരണത്വമായ പല കാര്യങ്ങളുമുണ്ട്.
അന ബശറും മിസ്ലുക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നബി നമ്മളെപ്പോലെ സാധാരണ ഒരു മനുഷ്യനാണെന്നല്ലോ? അല്ല, മറിച്ച് നമ്മൾ ഉറങ്ങും പോലെ നബി ഉറങ്ങും. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിൽ വിശക്കുന്നത് പോലെ അള്ളാഹുവിന്റെ പ്രവാചകന് ഭക്ഷണം വിശക്കും. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ മനുഷ്യനാണ്. മറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത എന്താ? യൂഹാ ഇലയ്യ, 7 ആകാശങ്ങൾക്കപ്പുറത്തു നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹയ്യുമായി അള്ളാഹുവിന്റെ സമീപത്തു നിന്ന് പ്രവാചകന്റെ സമീപത്തേക്ക് വരുന്നുണ്ട്. ഇത് വിശ്വസിക്കേണ്ടവരാണ് നാം. അതാണ് പ്രവാചകന്റെ അസാധാരണത്വം. അത് അംഗീകരിക്കേണ്ടവരാണ് നാം. അതില്ലാതെ ഇൻഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, മതത്തിന്റെ വിഷയങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വഹയിന്റെ അടിസ്ഥാനത്തിലാണ്, അള്ളാഹ് പഠിപ്പിച്ചതാണ്. അത് അംഗീകരിക്കേണ്ടവരാണ് നാം. ഇത് തിരിച്ചറിഞ്ഞ ഒരു വിശ്വാസി അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പറയുന്നു. അത് പ്രഖ്യാപിച്ച ഒരു വിശ്വാസി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന വതസ്ദീഖുഹു ഫീ ജമീഇ മാ ജാഅ ബിഹി, അല്ലാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവന്നതെല്ലാം വിശ്വസിക്കണം. ചിലത് ഞാൻ ഓക്കെ, ചിലത് എനിക്ക് പറ്റും, ഇതൊന്നും എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം ഒരു വിശ്വാസിയിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് മഹാനായ ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അശ്ശിഫാ ബി തഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സകല കാര്യങ്ങളും വിശ്വസിക്കുക എന്നുള്ളത് നമുക്ക് ബാധ്യസ്ഥതയുള്ളതാണ്. അത് വിശ്വസിക്കുക എന്നുള്ളതാണ്. അത് ചിലതൊക്കെ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതല്ലല്ലോ. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പലതും പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ യുക്തി കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത ഇൽമിന്റെ വഹയിന്റെ ഇൽമു കൊണ്ട് മാത്രം, വഹി കൊണ്ട് മാത്രം അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ പറ്റും നമുക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്തൊക്കെയാണോ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത് അത് അതേപടി അതെങ്ങനെയാണ് അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അള്ളാഹ് ഇല്ല. അതൊരു വിശ്വാസിയുടെ ലക്ഷണമല്ല, ഒരു വിശ്വാസിയുടെ ക്വാളിറ്റിയല്ല. ആ രൂപത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാലാഖമാരെ കുറിച്ച്, മലായികത്തിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. നമ്മുടെ ബുദ്ധിയിലിട്ട് സയൻസിന്റെ ലാബിൽ കൊണ്ടുപോയിട്ട് റിസൾട്ട് വരുത്താൻ പറ്റുന്നതല്ല അള്ളാഹുവിന്റെ മലക്കുകൾ. അത് തിരിച്ചറിയണം നമ്മൾ. അങ്ങനെ മലക്കുകളെ കുറിച്ച്, ജിന്നുകളെ കുറിച്ച് അതേ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതും നമ്മുടെ കണ്ണിന് ഗോചരമായ അതുപോലെ തന്നെ അദൃശ്യമായതുമായ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഖിയാമത്തിന്റെ അലാമത്തുകളെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പല പ്രവചനങ്ങളും നടത്തിയിട്ടുണ്ട്. അത് അതേപടി വിശ്വസിക്കുക എന്നുള്ള. മരണത്തെക്കുറിച്ച്, മരിക്കുമെന്ന് നമുക്കറിയാം, പക്ഷെ മരണത്തിന്റെ സന്ദർഭത്തിൽ നടക്കുന്ന പല സംഭവ വികാസങ്ങളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. മരണാനന്തരം സംഭവിക്കുന്ന പല സംഭവ വികാസങ്ങൾ, ബർസഖി ജീവിതത്തെക്കുറിച്ച്, ബർസഖിലെ രക്ഷാശിക്ഷകളെ കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, സിറാത്ത് പാലത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, അവിടുത്തെ രക്ഷാ ശിക്ഷകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ആരാ പറഞ്ഞത്? കളവ് പറയാത്ത, ജീവിതത്തിൽ തമാശക്ക് പോലും കള്ളം പറയാത്ത അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണടച്ച് അന്ധമായി അത് വിശ്വസിക്കുക എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. പൂർവികരായ സമുദായങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സംഭവങ്ങളും എടുത്തു പറയുമ്പോൾ അല്ലാഹു വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാദിന്റെ 12 മുതലുള്ള വചനങ്ങളിൽ പറഞ്ഞു, കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ വആദു വഫിർഔനു ദുൽ ഔതാദ് വസമൂദ് വഖൗമു ലൂത്തിൻ വഅസ്ഹാബുൽ ഐക ഉലൈകൽ അഹ്സാബ് ഇൻ കുല്ലും ഇല്ലാ കദ്ദബർ റസൂൽ ഫഹഖ ഇഖാബ്. 14 വരെയുള്ള 12, 13, 14 വചനങ്ങളിൽ മുൻഗാമികളായ ആളുകൾ, നൂഹ് നബിയുടെ സമുദായം, ആദ് സമുദായം, ഫിർഔനും കൂട്ടരും, അതുപോലെ തന്നെ സമൂദ് സമുദായം, ലൂത്ത് നബിയുടെ സമുദായം, അസ്ഹാബുൽ ഐക, ഇങ്ങനെ പല വിഭാഗങ്ങളെ കുറിച്ചും പറഞ്ഞു. ഇവരിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്വഭാവം അല്ലാഹു എടുത്തു പറഞ്ഞു. എന്താണ്? കദ്ദബത് ഖബ്ലഹും, ഇവര് മാത്രമല്ല പ്രവാചകന്മാരെ നിഷേധിച്ചിട്ടുള്ളത്, മുൻഗാമികൾ ഈ വിഭാഗം ആളുകളൊക്കെ നിഷേധിച്ചു. ഇൻ കുല്ലുൻ ഇല്ലാ കദ്ദബ റസൂല ഫഹഖ ഇഖാബ്, പ്രവാചകന്മാരെ നിഷേധിക്കുക, പ്രവാചകന്മാരെ വ്യാജമാക്കുക വഴി അവർക്കൊക്കെ തന്നെ അപകടകരമായ ശിക്ഷകൾ വന്നെത്തിയിട്ടുണ്ട്. ശിക്ഷ വരാനുള്ള കാരണം ദൂതന്മാരെ കളവാക്കിയതാണ്, പ്രവാചകന്മാരെ വിശ്വസിക്കാത്തതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു,
പല കാര്യങ്ങളും നമ്മോട് പറഞ്ഞു തന്നു. ചിലതൊക്കെ വിശ്വസിക്കുക. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആദ്യം ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഉണ്ടാകും, പിന്നെ സുന്നത്ത് ഒഴിവാക്കിയിട്ട് ഖുർആൻ സൊസൈറ്റി മാത്രമാക്കും, പിന്നെ ഖുർആൻ മാത്രമല്ലേ വിശ്വസിക്കാൻ പറ്റൂ എന്നുള്ള രൂപത്തിലേക്ക് ഹദീസിനെ പൂർണ്ണമായിട്ട് മാറ്റിവെക്കുക വഴി ആരെയാണ് നിഷേധിക്കുന്നത്? ആരുടെ പ്രവാചകത്വത്തെയാണ് നിഷേധിക്കുന്നത്? അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നതാണ് നിഷേധിക്കുന്നത്. അത് അള്ളാഹുവിന്റെ സമീപത്ത് സ്വീകാര്യമല്ല. നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേ രൂപത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം നമുക്കറിയാം. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തുന്നത് കാണാം. ലമ്മാ ഉസ്രിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മസ്ജിദിൽ അഖ്സ. നമുക്കറിയാം സംഭവം. മസ്ജിദുൽ അഖ്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി പ്രയാണം, അതുപോലെ തന്നെ ആകാശങ്ങൾക്ക് പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയ മിഅ്റാജ് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വന്നു മസ്ജിദുൽ അഖ്സ 2 മാസക്കാലത്ത് വഴി ദൂരം അന്ന് യാത്ര ചെയ്യാനുണ്ട്. ഒരു രാത്രി ഇശാഇന് ശേഷം പോയി ഏതാനും ചുരുങ്ങിയ സമയം കൊണ്ട് പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്ന അത്ഭുതകരമായ മുഅ്ജിസത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് കഅബയുടെ തിണ്ണയിൽ അവിടെ ഇങ്ങനെ ഇരിക്കണം. അത്ഭുതകരമായ ഈ സംഭവം കഴിഞ്ഞ് ഇതെങ്ങനെയാ പറയാ? ഇതാരോടാ പറയാ? ഇത് ജനങ്ങളോട് പറയണ്ടേ? അപ്പോണ്ട് അബൂജഹൽ ഇങ്ങനെ കടന്നു വരുന്നു. അബൂജഹൽ കടന്നു വന്നുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ല, ഇത് പുതിയ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അയാൾ ചോദിക്കണ്ടേ, കാരണം നബിനെ കളിയാക്കാൻ വേണ്ടി, പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് ചോദ്യം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതെ, ഉണ്ടായിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. എന്താണ് സംഭവം? ഉണ്ടായ സംഭവങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അബൂജഹലിനോട് പറഞ്ഞു. അബൂജഹൽ ചോദിച്ചു, മുഹമ്മദേ, ഞാൻ എന്റെ കൂട്ടാളികളെയുമായി വന്നാൽ, എന്റെ കൂട്ടുകാരെയുമായി വന്നാൽ നീ ഇത് അവരോടും പറയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, പറയാം. കാരണം സംഭവിച്ചതാണ്, നടന്നതാണ്, ഇന്നലത്തെ രാത്രി സംഭവിച്ചതാണ്. അയാൾ ഉടനെ തന്നെ പോയി കൂട്ടാളികളെയുമായി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവിച്ചതൊക്കെ ആവർത്തിച്ചു പറഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അവർ ആർത്തട്ടഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. ഇതുവരെ മുഹമ്മദ് പറഞ്ഞ വർത്തമാനങ്ങളിൽ ഏറ്റവും വിഡ്ഢിത്തം ഇന്നാണ് മുഹമ്മദ് പറഞ്ഞിട്ടുള്ളത് എന്ന് അവർ തമാശിച്ചും പരിഹസിച്ചും ആക്ഷേപിച്ചും ആർത്തട്ടഹസിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും തുടങ്ങി. ഉടനെ തന്നെ അവരെന്ത് ചെയ്തു? മഹാനായ ഉടനെ തന്നെ അവർ ചില ആളുകൾ ഓടി ആരുടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക്. എന്നിട്ട് ചോദിച്ചു, ഹല്ലക ഇലാ സാഹിബിക് യസ്ഉമു അന്നഹു ഉസ്രിയ ബിഹി അല്ലൈലത ഇലൽ ബൈത്തുൽ മഖദ്ദിസ്. അബൂബക്കർ, നീ കേട്ടിട്ടുണ്ടോ? നീ അറിഞ്ഞിട്ടുണ്ടോ പുതിയ വാർത്ത? നിന്റെ കൂട്ടുകാരൻ മുഹമ്മദ് ഇന്നലത്തെ രാത്രി ബൈത്തുൽ മഖദ്ദിസിലേക്ക് പോയിട്ടുണ്ട് എന്ന് സംഭവം നീ കേട്ടിട്ടുണ്ടോ? അവൻ വാദിക്കുന്നുണ്ട്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തിരിച്ചുള്ള ചോദ്യം അവർക്ക് അപ്രതീക്ഷിതമായ ചോദ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ തിരിച്ചുള്ള ചോദ്യം, ഇത് മുഹമ്മദ് നബി പറഞ്ഞതാണോ? അവർ പറഞ്ഞു, മുഹമ്മദ് നബി അവർ പറഞ്ഞു, നഅം, അതെ, ലഇൻ കാന ഖാല ദാലിക് ലഖദ് സദഖ. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെങ്കിൽ അത് സത്യമാണ്, അത് സത്യമാണ്. അവർ അത്ഭുതപ്പെട്ടുകൊണ്ട് അവർ ചോദിച്ചു, അല്ല അബൂബക്കറെ, ഈ ഇന്നലെ രാത്രി ബൈത്തുൽ മഖദ്ദിസിലേക്ക് പോയി സുബഹിയുടെ മുമ്പ് തിരിച്ചു വന്നു എന്നാണ് മുഹമ്മദ് വാദിക്കുന്നത്. അത് നീ അത് വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നഅം ഇന്നി ലഉസദ്ദിഖുഹു ഫീമാ ഹുവ അബ്അദ് മിൻ ദാലിക് ഉസദ്ദിഖുഹു ബിഖബരി السماء في غدوة أو روحة فذلك سمي أبو بكر الصديق. നോക്കൂ, അദ്ദേഹം പറഞ്ഞു, ഇത് മാത്രമല്ല, ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശങ്ങൾക്കപ്പുറത്തു നിന്ന്, ആകാശലോകങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സമീപത്തേക്ക് വരുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുന്നതിനേക്കാൾ വിദൂരമായ അത്ഭുതകരമായ കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഇത് എനിക്കൊരു നിസ്സാരമായ വിഷയമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ, ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അന്ന് മുതലാ അബൂബക്കറിന് സിദ്ദീഖ് എന്ന നാമകരണം ലഭിച്ചിട്ടുള്ളത്, സത്യപ്പെടുത്തുന്നവൻ എന്ന നാമകരണം ലഭിച്ചിട്ടുള്ളത്. സഹോദരങ്ങൾ, ഇതാണ് ഒരു വിശ്വാസിയുടെ നിലപാട്. ഇതാവണം നമ്മുടെ ഓരോരുത്തരുടെയും നിലപാട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന, നമസ്കരിക്കുന്ന, പള്ളിയിൽ വരുന്ന പല ആളുകൾക്കുമുണ്ട്.
ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ഉണ്ടാവോ, അതൊക്കെ ഇങ്ങനെ പുറത്തു പറയാൻ പറ്റുമോ, അത് ആളുകളോട് പറയാൻ പറ്റുമോ, ഇതൊക്കെ സയൻസിന്റെ ലാബിലിട്ട് അതല്ലെങ്കിൽ തന്റെ തലച്ചോറിലിട്ട് അതൊക്കെ ഒന്ന് കറക്കിയിട്ട് എനിക്ക് തോന്നുന്ന, എന്റെ യുക്തിക്ക് ബോധ്യം വരുന്ന, എനിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ഉൾക്കൊള്ളുവാൻ അതിന് നമ്മൾ മുസ്ലിം ആവേണ്ടതില്ല. അതിന് നാം അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിക്കേണ്ടതില്ല. അത് മുസ്ലിമീങ്ങളുടെ സ്വഭാവമല്ല, അത് കലിമത്തു ഷഹാദ ഉച്ചരിച്ചവരുടെ സ്വഭാവമല്ല എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. മറിച്ച് കലിമ ചൊല്ലിയ ഓരോ മനുഷ്യരുടെയും ഓരോ വിശ്വാസിയുടെയും സ്വഭാവം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ പഠിപ്പിച്ചിട്ടുള്ളത് അത് അതേ രൂപത്തിൽ അംഗീകരിക്കുക എന്നുള്ളതാണ്, അത് അതേ രൂപത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്, അത് അതേ രൂപത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ആ രൂപത്തിൽ വിശ്വസിക്കാനാണ് നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായി ഷഹാദത്ത് കലിമ ചൊല്ലിയ ഒരു വ്യക്തിയുടെ ബാധ്യത അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപേക്ഷിക്കണമെന്ന് പഠിപ്പിച്ചത് എന്തുണ്ടോ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക എന്നുള്ളത് കലിമത്തു ഷഹാദത്ത് ചൊല്ലിയ ഒരു വ്യക്തിയുടെ ബാധ്യതയാണ്. സൂറത്തുൽ ഹശ്റിന്റെ 7-ാമത്തെ വചനത്തിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതെന്ത് ചെയ്യണം? ഫൻതഹു, നിങ്ങൾ ഉപേക്ഷിക്കണം, അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. ഒരു കാര്യം, ഒരു തിന്മ, അത് തിന്മയാണെന്ന് തിരിച്ചറിഞ്ഞാൽ, അത് ഹറാമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചാൽ അതിനോട് വൈമനസ്യം കാണിച്ച് പിന്നെ അതിനെക്കുറിച്ചിട്ടൊന്ന് ആലോചിച്ച് അതെങ്ങനെയുണ്ട് ഉപേക്ഷിക്കാതിരിക്കാൻ എന്നുള്ള ഗവേഷണം നടത്തുക എന്നതല്ല വിശ്വാസിയുടെ സ്വഭാവം. അങ്ങനെ ഉണ്ടാവും. ചിലത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് ചെയ്യാതിരിക്കാൻ, ഇത് ചെയ്യാൻ എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടോ എന്ന ഗവേഷണം അത് ഒരു പണ്ഡിതനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു അത് ഹറാമാണ്, അത് പാടില്ല എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോ ആ പണ്ഡിത് ശരിയല്ല, എന്താ, എനിക്ക് അനുകൂലമായിട്ടുള്ള മറുപടിയല്ല ലഭിച്ചിട്ടുള്ളത്, അതുകൊണ്ട് വേറൊരാളോട് ചോദിച്ചേക്കാം. അങ്ങനെ അനുകൂലമാക്കി എടുക്കാനുള്ള സമീപനങ്ങളോ ഗവേഷണങ്ങളോ അല്ല നമ്മൾ നടത്തേണ്ടത്. അള്ളാഹുവും പ്രവാചകനും ഹറാമാണ് എന്ന് പഠിപ്പിച്ചാൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയണം. അത് ഷഹാദത്ത് കലിമയുടെ ഭാഗമാണ്. അത് ഷഹാദത്ത് കലിമ ചൊല്ലിയ ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. മഹാന്മാരായ സ്വഹാബത്ത്, നമുക്കറിയാലോ, മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട് ഫഹൽ അൻതും മുൻതഹൂൻ സൂറത്തുൽ ബഖറയിലെ, സൂറത്ത് മാഇദയിലെ 90-91 വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ട സമയത്ത് ഫഹൽ അൻതും മുൻതഹൂൻ, ഇനിയും നിങ്ങൾക്ക് അവസാനിപ്പിക്കാനായിട്ടില്ലേ എന്ന വചനം ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോ അബൂ തൽഹ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഒരു മദ്യശാലയിലാണ് ഉള്ളത്. അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ. ആ സമയത്താണ് പുറത്തു നിന്നിട്ടൊരു സംസാരം. എന്താണ്? ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇന്നൽ ഖംറ അത് ഹുരിമത്, കള്ള് ഹറാമാക്കിയിട്ടുണ്ട്. ഒറ്റ വർത്തമാനമാണ് പുറത്തു നിന്ന്. ആ ഹദീസിന്റെ ഭാഗത്തിൽ കാണാം, അതിനെക്കുറിച്ച് അതാരാ പറഞ്ഞത്, അങ്ങനെ നബി പറഞ്ഞിട്ടുണ്ടോ? ഒരാൾ പോയി നോക്കി ഒന്ന് അന്വേഷിച്ചൊന്ന് ഉറപ്പുവരുത്താം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. യാ അനസ് ഖും ഇലാ ഹാദിഹിൽ ദിറാരി ഫക്സിർഹാ, ആ വീപ്പകളിലേക്ക് അവിടേക്ക് ചെന്നിട്ട് അനസെ അത് മുഴുവനും തകർത്തുകള, ഒഴിച്ചു കളയൂ എന്ന് അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ ഒറ്റ വർത്തമാനത്തിലാണ് അല്ലാഹുവേ ഞങ്ങൾ ഇതാ ഉപേക്ഷിച്ചിരിക്കുന്നു, അവസാനിപ്പിച്ചിരിക്കുന്നു എന്നവർക്ക് പറയാൻ കഴിഞ്ഞത്. ആരാ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത്? മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ കലിമത്തു ഷഹാദയോട് ആഭിമുഖ്യം കാണിക്കുക എന്നുള്ളതാണ് അവരുടെ സ്വഭാവം. ഇതൊരു മുസ്ലിമിന്റെ സ്വഭാവമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് ഏതേത് വിഷയത്തിലായാലും ഒരു മുസ്ലിമിന്റെ സ്വഭാവം ഇത് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളെ തടയരുത് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളികളിൽ നിന്നും നിങ്ങൾ സ്ത്രീകളെ തടയരുത് എന്ന ഹദീസ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് തന്റെ മക്കളിൽ ഒരാൾ എന്ത് പറഞ്ഞു? വല്ലാഹി ലനംനഉഹുന്ന, അല്ലാഹുവാണ് സത്യം, ഞങ്ങൾ അവരെ പള്ളിയിൽ നിന്ന് തടയും, ഞങ്ങൾ പോകാൻ സമ്മതിക്കൂല എന്ന് ആര് പറഞ്ഞു? അദ്ദേഹത്തിന്റെ ഒരു മകൻ പറഞ്ഞു. ഫസബ്ബഹു അബ്ദുല്ലാഹി ബിൻ ഉമർ അസ്വഅ മാ സമിഅതുഹു സബ്ബഹു ഖത്ത്, ഇതുവരെ ഒരാളെ ആക്ഷേപിക്കാത്ത രൂപത്തിൽ വളരെയധികം
ആക്ഷേപിക്കുകയുണ്ടായി തന്റെ മകനെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ? അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ നിന്നോട് പറയുമ്പോ എന്താ അള്ളാന്റെ റസൂൽ പറഞ്ഞത്? നിങ്ങളോട് നിങ്ങളുടെ സ്ത്രീകൾ പള്ളിയിൽ പോകട്ടെ എന്ന് സമ്മതം ചോദിച്ചാൽ നിങ്ങൾ അവരെ അവരെ തടയരുതെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയുമ്പോ നീ പറയുന്നോ ഞങ്ങൾ തടയുമെന്ന് നീ സത്യം ചെയ്ത് പറയാണോ എന്ന് ചോദിച്ചിട്ട് വളരെ മോശമായിട്ട് എന്റെ മകനെ ആക്ഷേപിച്ചതായിട്ട് ഹദീസുകളിൽ അസറുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നു. സഹോദരങ്ങൾ, ഇതൊരു മുസ്ലിമിന്റെ നിലപാടാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു എന്നാൽ അവിടെ നിൽക്കുക എന്നുള്ളതാണ്, അത് സത്യപ്പെടുത്തുക എന്നുള്ളതാണ്, അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇതേ രൂപത്തിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഏത് വിഷയത്തിലായാലും പിന്നെ അതിന് ഗവേഷണം നടത്തുക എന്നുള്ളതല്ല. ഏത് വിഷയങ്ങളിലായാലും നമ്മൾ അത്തരം വിഷയങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, ഹറാമാണെന്ന് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ, നമുക്ക് മോശമാണെന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, ഖുർആനിന്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. സൂറത്തുൻ നിസാഇന്റെ 65-ാമത്തെ ആയത്തിൽ ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂന ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖദൈത വയുസല്ലിമു തസ്ലീമാ. അള്ളാഹു പ്രവാചകനോട് പറയാ, മുസ്ലിമീങ്ങളുടെ സ്വഭാവം, പ്രവാചകനെ അങ്ങൊരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യം തീരുമാനിച്ച് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മനസ്സിൽ അതിനോടൊരു വെറുപ്പുണ്ടാവില്ല. അത് എങ്ങനെയോ വെറുത്തിട്ട് ചെയ്യാ എന്നുള്ളതല്ല, ഞാൻ സന്തോഷത്തോടു കൂടെ ഇത് ഉപേക്ഷിക്കുന്നത്, സന്തോഷത്തോടു കൂടെ ഞാൻ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്, സന്തോഷപൂർവ്വം. കാരണം എന്താ? എന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രവാചകനോടുള്ള ബാധ്യതയാണ് ഞാൻ ചൊല്ലിയ ഷഹാദത്ത് കലിമയോടുള്ള ബാധ്യത. ഇങ്ങനെയാ റസൂലുള്ളാഹിനെ അംഗീകരിക്കേണ്ടത്. ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കേണ്ടതും അനുസരിക്കേണ്ടതും സത്യപ്പെടുത്തേണ്ടതും. ആ രൂപത്തിൽ പ്രവാചകനെ അംഗീകരിക്കുവാനും അനുസരിക്കുവാനുമാണ് നമ്മൾ തയ്യാറാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.